നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാരിക്കേച്ചർ ക്ലാസ്സിൽ കൊണ്ടുവന്ന ഫ്രാൻസിൽ അധ്യാപകൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ സ്വീകരിച്ച നടപടികളിലൂടെയും പ്രസ്താവനയിലൂടെയും വിവാദത്തിലായ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനെതിരെ ഗൾഫ് രാഷ്ട്രങ്ങൾ കട്ടക്കലിപ്പിൽ. എന്നാൽ പിന്തുണയുമായി ഇന്ത്യ രംഗത്തെത്തിയത് മറ്റു ചർച്ചകളിലേക്ക് വഴിതിരിക്കുന്നു. മാക്രോണിനെതിരെ അറബ് രാഷ്ട്രങ്ങളുടെ പ്രതിഷേധം കത്തുന്നതിനിടെ ഇന്ത്യ പിന്തുണയുമായി രംഗത്തെത്തിയത്. മാക്രോണിനെതിരായ വിമർശനങ്ങളെ അപലപിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന പുറപ്പെടുവിച്ചു. ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഭാഷയിൽ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന് നേരെ അന്താരാഷ്ട്ര വ്യവഹാര അടിസ്ഥാന മാനദണ്ഡങ്ങൾ ലംഘിച്ച് നടക്കുന്ന വ്യക്തിഗത ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ഇപ്രകാരം പറയുന്നു. അധ്യാപകൻ കൊല്ലപ്പെട്ട സംഭവത്തെയും പ്രസ്താവനയിൽ അപലപിച്ചു. ഒരു കാരണവശാലും ഏതൊരു സാഹചര്യത്തിലും തീവ്രവാദത്തിന് ന്യായീകരണമില്ല. കൊല്ലപ്പെട്ട അധ്യാപകന്റെ കുടുംബത്തിനും ഫ്രാൻസിലെ ജനങ്ങൾക്കും അനുശോചനം അറിയിക്കുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഇന്ത്യയുടെ പ്രസ്താവനയ്ക്ക് രാജ്യത്തെ ഫ്രഞ്ച് അംബാസിഡർ ഇമാനുവൽ ലെനൈൻ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഫ്രാൻസിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാരിക്കേച്ചർ ക്ലാസ്സിൽ കൊണ്ടുവന്ന ചരിത്ര അധ്യാപകൻ കൊല്ലപ്പെട്ടതോടെയാണ് സംഭവ വികാസങ്ങളുടെ തുടക്കം. രാജ്യത്തെ പള്ളികൾക്കെതിരെ അടക്കം സർക്കാർ തല നടപടികൾ ആരംഭിച്ച മാക്രോൺ ഫ്രാൻസിൽ മാത്രമല്ല ലോകത്ത് തന്നെ പ്രതിസന്ധി നേരിടുന്ന മതമാണ് ഇസ്ലാം എന്നാണ് പ്രതികരിച്ചത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. കൂടാതെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഫ്രഞ്ച് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും ആരംഭിച്ചു. മുസ്ലിങ്ങൾക്കും ഇസ്ലാമിന് നേരെയുള്ള ഫ്രഞ്ച് പ്രസിഡന്റിന്റെ സമീപനം മുൻനിർത്തി അദ്ദേഹത്തിന്റെ മനോനില പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്യണമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാൻ പ്രതികരിച്ചത്. ഇതോടെ തുർക്കിയിലെ തങ്ങളുടെ സ്ഥാനപതിയെ ഫ്രാൻസ് തിരിച്ചു വിളിക്കുകയും ചെയ്തു. വിഷയത്തിൽ യൂറോപ്യൻ യൂണിയനും തുർക്കിയും തമ്മിലുള്ള സംഘർഷം കനക്കുകയാണ്. അതിനിടെയാണ് മാക്രോണിനെ പിന്തുണച്ച് ഇന്ത്യ രംഗത്തെത്തിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.